ഹായ് ഓൾ. ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം KSEB വർക്കർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് അപേക്ഷ കൊടുക്കാനുള്ള സമയം ഈ അടുത്തിടെ കഴിഞ്ഞതേ ഉള്ളൂ. ഇതിനോടകം തന്നെ കേരള PSC കൺഫർമേഷൻ നൽകാനും എക്സാം തീയതിയും ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കേരള PSC പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് നമ്മളിവിടെ കാണുന്നത്. എക്സാം ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് 30/9/2026 എല്ലാ ജില്ലകളിലും കൂടി ഒറ്റ എക്സാം ആയിരിക്കും നടക്കുന്നത് എന്നത് ഇത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ ദിവസമായിരിക്കും എക്സാമിനേഷൻ. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷന് കൺഫർമേഷൻ കൊടുക്കുവാനുള്ള സമയവും വന്നിട്ടുണ്ട്. ഈ വരുന്ന 12/7/2026 വരെയുള്ള തീയതിക്കുള്ളിൽ നമ്മൾ കൺഫർമേഷൻ നൽകണം. അതായത് ഇന്ന് ഈ സമയം മുതൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാം. മൊബൈൽ ഫോണിലൂടെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയും ഒക്കെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാൻ കഴിയും. മറക്കാതെ എല്ലാവരും കൺഫർമേഷൻ നൽകുക. കൺഫർമേഷൻ നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ പോസ്റ്റിലേക്ക് എത്ര പേർ അപേക്ഷിച്ചിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ 29,363 പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 29,363 പേർ 14 ജില്ലയിലും കൂടി അപേക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന നിയമനമാണ്. നമ്മുടെ ഒരു കണക്കുകളിനനുസരിച്ച് 300 മുതൽ 500 വരെ നിയമനങ്ങൾ ഏറെക്കുറെ എല്ലാ ജില്ലയിലും നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഈ KCB വർക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിയമനം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി സിലബസിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇലക്ട്രീഷ്യന്റെ അതേ സിലബസ്, വയർമാൻ ഇലക്ട്രീഷ്യൻ അതേ സിലബസ് തന്നെയാണ് കേരള PSC ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ. എന്നാൽ ഒരു IT ലെവലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ കൂടി ഇവിടെ ബാധ്യസ്ഥരാണ്. നമുക്ക് ഇതിന്റെ സിലബസിന്റെ ഔട്ട്ലുക്ക് ഒന്ന് നോക്കാം. ഇവിടേക്ക് എത്തുമ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റി 10 മാർക്കിനുണ്ടാവും, ഓംസ് ലോ 10 മാർക്കിനുണ്ടാവും, മാഗ്നറ്റിസം 10 മാർക്കിനുണ്ടാവും, AC കറണ്ട് 10 മാർക്കിനുണ്ടാവും, DC മെഷീൻസ് 10 മാർക്കിനുണ്ടാവും, AC മോട്ടോഴ്സ് സിംഗിൾ ആൻഡ് ത്രീ ഫേസ് 10 മാർക്കിനുണ്ടാവും, ഇൻസ്ട്രുമെന്റ് ആൻഡ് ട്രാൻസ്ഫോമർ 10 മാർക്കിനുണ്ടാവും, ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് 10 മാർക്കിനുണ്ടാവും, പവർ ജനറേഷൻ 10 മാർക്കിനുണ്ടാവും, ട്രാൻസ്മിഷൻ 10 മാർക്കിനുണ്ടാവും. അങ്ങനെ എല്ലാ മേഖലയിലും കൃത്യമായിട്ടുള്ള ഈക്വൽ വെയിറ്റേജോട് കൂടിയാണ് സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാനും വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ ചുരുങ്ങിയ ദിവസങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ഏതാണ്ട് 90 ദിവസത്തോളം നമ്മുടെ മുമ്പിൽ എക്സാമിനേഷൻ ബാക്കിയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പഠനം ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നതിനും സിലബസ് നന്നായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അസസ് ചെയ്ത് പോകുന്നതിനുമായിട്ട് ഏണസ്റ്റ് അക്കാഡമി 85 ഡേയ്സിന്റെ ഒരു ഇലക്ട്രിസിറ്റി വർക്കർ ബാച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അവസാന ലാപ്പിലെ പഠനം ശരിയായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ പഠനം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനും അതിലൂടെ നല്ല ഒരു റാങ്ക് ഈ ഒരു സർക്കാർ ജോലി സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ മറക്കണ്ട, എത്രയും പെട്ടെന്ന് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.